നമസ്കാരം. പിണറായി വിജയന്റെ വീട്ടിൽ വാർത്താ വിസ്ഫോടനത്തിനു വേണ്ടി റെയ്ഡ് നാടകം കളിച്ചതിന് ശേഷം പുറത്തിറക്കിയിറങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ആദരിച്ചു വിട്ടതിന്റെ ദൃശ്യം വരുന്നുണ്ട്. കൂകൽ പരിഹാസമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ വീട്ടിൽ പോയതിനു ശേഷം അവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിക്കുകയാണ്. കാര്യം ഈ വേട്ടപ്പട്ടിയുടെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അതുകൊണ്ട് കേൾക്കേണ്ടി വരുന്ന അപമാന ഭാരം, കാര്യം പറഞ്ഞു വിടുന്ന യജമാനന്മാർക്ക് വേണ്ടി നമ്മൾ വാലാട്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ നാട്ടിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആക്രമണത്തിന്റെ ദൃശ്യമാണ് കാണുന്നത്. ഇഡിയുടെ വാഹനത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യം. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരെയും, അതായത് കെ ബാബു, വി.എസ്. ശിവകുമാർ, കെ സുധാകരൻ തുടങ്ങി പല നേതാക്കന്മാരെയും അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ ഇ.ഡി. വിളിച്ചിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധം കണ്ടോ? പക്ഷെ പിണറായിയുടെ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയെ എത്രത്തോളം ആൾക്കാർക്ക് വിശ്വാസമുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അത് ഇടതുപക്ഷക്കാരായിക്കോട്ടെ, നിങ്ങൾ ഇന്നലകളിൽ പ്രചരിപ്പിച്ച പല കാര്യങ്ങളും, അതായത് പാർട്ടി അണികൾ പോലും വെറുക്കുന്ന വ്യക്തിയാണ് പിണറായി എന്ന് പറയുമ്പോൾ, പിണറായി വിജയൻ ഒരു പ്രശ്നം വരുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പ്രതികരിക്കുന്ന ഒരു ശൈലി കണ്ടിട്ട് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി ഇതുപോലെ ഇറങ്ങും. ചിലപ്പോൾ കൊഞ്ഞാപ്പമാർക്ക് ഇറങ്ങും. കാര്യം അത് മതം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മതമല്ല, ഇത് മനുഷ്യരാണ്. ഏത് മനുഷ്യർ? ആശയത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ, അല്ലാതെ മത അടിമകളോ ശാഖ അടിമകളോ അല്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, മതത്തിനെ അടിമകളാക്കിയിടുന്നു, ശാഖയിൽ അടിമകളാക്കിയിടുന്നു എന്നതിനപ്പുറം CPM എന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവിനോട് ജനങ്ങൾക്കുള്ള വിശ്വാസം എന്താണ് എന്നതിന്റെ തെളിവാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പോകാൻ കുറച്ച് പാടുപെട്ടു. നേതാക്കന്മാരുടെ സംയോജിതമായ ഇടപെടലാണ്, അല്ലാതെ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ടൊന്നുമല്ല. അവിടെ പോലീസിനെ അറിയിക്കാതെ വന്ന് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ പോലീസിനെ വിളിച്ചിട്ട് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടണേ എന്ന് നിലവിളി നടത്തേണ്ട അവസ്ഥ വന്നു. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, സുരക്ഷയ്ക്ക് പോലും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. ഒടുവിൽ റെയ്ഡ് നടക്കുന്നിടത്ത് പണ്ട് പലയിടത്തും നടത്തിയതുപോലെ അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തീർത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ള കാര്യം, സമയം വൈകുന്നതിനനുസരിച്ച് പ്രതിഷേധത്തിന്റെ ശക്തി കൂടിക്കൂടി വരുന്നത് കണ്ടപ്പോൾ, സാറേ കാര്യങ്ങൾ പന്തിയല്ല, ഇവിടെ കൂടുതൽ സമയം നാടകം കളിച്ചാൽ വിവരം അറിയുമെന്ന് യജമാനനെ വിളിച്ചറിയിച്ചിട്ട് അവസാനം പെട്ടിയെടുത്തുകൊണ്ട് ഓടേണ്ട ഗതികേട് വന്നു. കണ്ടില്ലേ? ആ പോകുന്ന സന്ദർഭത്തിൽ അയ്യോ പോലീസ് രക്ഷിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ആദ്യം ഞങ്ങളെ CRPF ഉണ്ട്, CRPFകാരെ കാണിച്ച് പേടിപ്പിക്കുമെന്നാണ് കരുതിയത്. നാട്ടുകാർക്ക് ഈ CRPF എന്നൊന്നും പറഞ്ഞാൽ ഒരു പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത്, അതാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിശ്വഗുരു സർക്കാരിനുണ്ടായ ഗുണം. കേരളത്തിലെ മുഖ്യ ശിക്ഷക് അങ്ങ് പ്രധാന ശിക്ഷകനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു നാടകം കളിച്ച് എനിക്ക് കുറച്ചുകൂടി ഹീറോയിസം വരുത്തണമെന്നുള്ള ഒരു ശ്രമം നടത്തിയതിന് വന്ന ഉദ്യോഗസ്ഥർ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ആ നാടകത്തിന് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ വിശദമായ മൊഴിയെടുപ്പിന് വിളിക്കാമത്രേ. റെയ്ഡ് നടത്തിയിട്ട് അവിടെ നിന്നൊരു ഉണ്ടം പോലെയും കിട്ടിയില്ല എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ച് മടങ്ങി എഴുതി കൊടുത്തിട്ട് പോകുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാടകത്തിന്റെ ഉദ്ദേശം വെറും വാർത്താ വിസ്ഫോടനം അല്ലെങ്കിൽ വാർത്ത സൃഷ്ടിക്കൽ എന്നതിനപ്പുറം മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. സതീശൻ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം സതീശനോട് ഈ അടുത്ത കാലത്തായിട്ട് സംഘപരിവാറുകാർക്കുണ്ടായിരുന്ന അസംതൃപ്തി മാറി, ഞാൻ വെറും സുഡാപ്പിയല്ല നിങ്ങളുടെ കൂടി ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു നാടകത്തിന് എങ്ങനെയാണ് കേരളത്തിലെ ജനം പ്രതികരിച്ചു എന്നതാണ് പിണറായി വിജയൻ എന്ന നേതാവിന്റെ പൊൻതൂവൽ എന്ന് പറയുന്നത്. ഇതാണ് ഒരു നേതാവ് ആർജിച്ചെടുക്കേണ്ടത്. മൗദൂദികളെയും സുഡാപ്പികളെയും പിടിച്ച് ഒരു അധികാരം പിടിച്ചതിന് ശേഷം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി സുഡാപ്പികളെയും മൗദൂദികളെയും തെരുവിലിറക്കിക്കൊണ്ട് ഒരു കസേര നേടുന്നതും, എന്നാൽ ഒരു വ്യക്തിക്ക് വേണ്ടി ജനങ്ങൾ സ്വമേധയ ആരും നിർബന്ധിക്കാതെ രംഗത്തേക്ക് വരുന്നതും രണ്ടും രണ്ടാണെന്ന് ഇന്നത്തെ റെയ്ഡ് കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്
റെയ്ഡിന് വന്നവർക്കും റെയ്ഡിന് പറഞ്ഞറിയിച്ചവർക്കും എന്താണ് പിണറായി വിജയൻ എന്ന് ഇന്ന് വളരെ കൃത്യമായിട്ട് ഫീൽഡിൽ നിന്ന് തന്നെ ദൃശ്യങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ട സന്ദർഭമായിരുന്നു.